السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പെരുന്നാളും ഉളഹിയത്തും ഒക്കെ കഴിഞ്ഞു. അള്ളാഹു അത്തരം കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളിൽപ്പെട്ട ചില സഹോദരങ്ങൾ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയവരുണ്ടായിരുന്നു. ഹജ്ജും അനുബന്ധ കർമ്മങ്ങളുമൊക്കെ പൂർത്തിയായ സമയമാണ്. അവരുടെയൊക്കെ ഹജ്ജും ഉംറയുമൊക്കെ മഖബൂലും മർദിയുമായിട്ട് അല്ലാഹു തആല സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങണം. നമുക്കിനി പറയാനുള്ളത് ഫസ്ലുൻ ഫി ആദാബിൽ മുഅല്ലിമി വൽ മുതഅല്ലിമി ആണ്. മുഅല്ലിമിൻ്റെയും മുതഅല്ലിമിൻ്റെയും അദബുകൾ, ഒരു വിദ്യാർത്ഥിയുടെയും ഒരു അധ്യാപകൻ്റെയും ആദാബാണ് ഇനി പറയാൻ പോണത്. പഠിക്കുന്ന വിദ്യാർത്ഥി പുലർത്തേണ്ട മര്യാദകൾ, പഠിപ്പിക്കുന്ന അധ്യാപകൻ പുലർത്തേണ്ട മര്യാദകൾ, ഇതാണ് ഇനി പറയാനുള്ളത്. ആദാബുൽ മുഅല്ലിം വൽ മുതഅല്ലിം. അമ്മൽ മുതഅല്ലിം ഫആദാബുഹു വളായിഫുഹു കസീറ. ഒരു വിദ്യാർത്ഥിയുടെ അദബും അവൻ്റെ മുന്നിലുണ്ടായിരിക്കേണ്ട പദ്ധതികളും വളരെ കൂടുതലുണ്ട്. പക്ഷേ വലാക്കിൻ നളിമു തഫാരിഖഹ ഫീ സബഇ ജുമൽ. വ്യത്യസ്തമായ അത്തരം ഉത്തരവാദിത്തങ്ങളെ 7 കാര്യങ്ങളിൽ ഞാൻ ചുരുക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ വളരെ ചുരുങ്ങിയ ഒരു കിതാബാണത്, മുഖ്തസറാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആദാബുൽ മുഅല്ലിം വൽ മുതഅല്ലിം ഇഹ്യാ ഉലൂമുദ്ദീനിൽ എമ്പാടും പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് തന്നെ എമ്പാടുമുണ്ട്. അപ്പോൾ മുതഅല്ലിമിൻ്റെ ഉത്തരവാദിത്തമാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞാൽ മുഅല്ലിമിൻ്റേതും പറയും. അൽ വളീഫത്തുൽ ഊല, ഒന്നാമത്തെ ചുമതല. ഒരു വിദ്യാർത്ഥി, ഒരു പഠിതാവ് എന്നുള്ള നിലക്ക് ആദ്യമുള്ള ചുമതല തഖ്ദീമു തഹാറത്തിൻ നഫ്സ് അൻ റദായിലുൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവത്തെ തൊട്ട് ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നതാണ്. പഠിക്കാൻ പോകുമ്പോൾ ചെയ്യേണ്ടത് മനസ്സിൻ്റെ ശുദ്ധി ഉണ്ടായിരിക്കണം എന്നതാണ്. മനസ്സിൽ കുറേ ആളുകളോടുള്ള വിദ്വേഷവും കിടുമ്പും പലതും വെച്ച് പഠിച്ചാൽ ആ പഠനം എവിടെ എത്തൂല. നമ്മുടെ ഈ പുതിയ കാലത്തുള്ള വലിയ പ്രശ്നങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ്. ശുദ്ധ മനസ്സോടുകൂടി പഠനം നടക്കണം, അധ്യയനം നടക്കണം. അപ്പോൾ മാത്രമേ ഇൽമു കൊണ്ടുള്ള ഉപകാരം ലഭ്യമാവുകയുള്ളൂ. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുനിയദ്ദീനു അലൽ നളാഫ. ദീനിനെ എടുക്കപ്പെട്ടിട്ടുള്ളത് വൃത്തിയുടെ മേലിലാണ്. ശുദ്ധിയുടെ മുകളിൽ മാത്രമേ ദീൻ വളരുകയുള്ളൂ. ഒരിക്കലും വൃത്തികേട്, അസൂയ, കിടുമ്പ്, കിബിർ, ഇത്തരം ദുസ്വഭാവങ്ങളുടെ മുകളിൽ ഒരിക്കലും ഇൽമെന്ന് പറയുന്ന മഹാസൗധത്തെ നമുക്ക് എടുക്കാൻ കഴിയില്ല. വൃത്തി, ശുദ്ധി, മാനസിക ശുദ്ധി, ഇത് ഏറ്റവും പ്രധാനമാണ്. ഇതിന്മേൽ മാത്രമേ ഇൽമുണ്ടാവുള്ളൂ. ഈ വൃത്തി എന്ന് പറഞ്ഞാൽ വലയസത്തിൻ നളാഫത്ത് മുറാദത്തൻ ഫി സിയാബ്. വൃത്തി എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഒന്നല്ല. നമുക്ക് ഒറ്റടിക്ക് വൃത്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കൽ എല്ലാ ദിവസവും നല്ല തേച്ച് മെനുങ്ങിയ ഡ്രസ്സ് ഇടുക, ഒരു 3-4 വട്ടം ഒരു ദിവസം കുളിക്കുക, അത്രയൊക്കെ പൂശുക, അതൊക്കെ വൃത്തി തന്നെയാണ്. വൃത്തിയല്ല എന്നല്ല പറയണേ. പക്ഷേ നളാഫത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബൽഫിൽ ഖൽബ്, അത് ഹൃദയത്തിലാണ്. ഹൃദയം ശുദ്ധി ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ ഹൃദയശുദ്ധിയിലാണ് ഇൽമെന്ന മഹാസൗധത്തെ എടുക്കപ്പെടുന്നത്. അതാണ് തറ. ആ ഇൽമെന്ന് പറയുന്ന വലിയ ഒരു സൗധത്തിൻ്റെ തറ കിടക്കുന്നത് മനസ്സിൻ്റെ വിശുദ്ധിയിലാണ്. അപ്പോൾ ശുദ്ധമായ മനസ്സ് എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചാണ് ഇൽമിൻ്റെ ആധിക്യം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം. അതിന് തെളിവാണ് അള്ളാഹു പറഞ്ഞു, ഇന്നമൽ മുശ്രിക്കൂന നജസുൻ. തീർച്ചയായും മുശ്രിക്കീങ്ങൾ നജസാണ് എന്ന് പറഞ്ഞു. മുശ്രിക്കീങ്ങൾ നജസാണെന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങളെല്ലാവരും അങ്ങനെ നജസാണ്. അവരൊക്കെ കുളിക്കുന്നുണ്ട്, നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളെക്കാൾ ഉഷാറുള്ള നല്ല വസ്ത്രമൊക്കെ അവരേക്കും ധരിക്കുക. പിന്നെ എങ്ങനെ പോലെ നജസാവണത്? ബയ്യന, അള്ളാഹു വ്യക്തമാക്കുകയാണ്, അന്നൻ നജാസത്ത ലാ തഖ്തസു ബിസിയാബ്. നജാസത്ത് എന്ന് പറയുന്നത് വസ്ത്രം കൊണ്ട് മാത്രം ഖാസല്ല, വസ്ത്രത്തിൽ മാത്രമുണ്ടാകുന്ന ഒന്നല്ല നജസ്. ശരീരത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൽ നജസുണ്ടാകും എന്നാണല്ലോ അതിൻ്റെ മനസ്സിലാകുന്നത്. അപ്പോൾ അവരിലുള്ള ശിർക്ക് നജസാണ്, അല്ലാതെ അവർ വ്യക്തിപരമായിട്ട് നജസാണ് എന്നല്ല. ഒരു മുശ്രിക്കിനെ തൊട്ടാൽ നമ്മൾ കൈ കഴുകണം എന്നല്ല അയിത്തം വിശദീകരിക്കുകയല്ല ഈ ആയത്തിൽ ചെയ്യുന്നത്. മറിച്ച് അവരുടെ വിശ്വാസം, അവരുടെ മനസ്സ് അത് അശുദ്ധമാണ് എന്നർത്ഥം. അത് ശിർക്കിൻ്റെ മനസ്സാണ്. അപ്പം മനസ്സിലെന്തുണ്ട്? അശുദ്ധി ഉണ്ടെന്ന് പറയാനാണ് അപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഫമാലം യൻളിഫിൽ ബാത്തിന അനിൽ ഖബായിസ്.
ഒരാളുടെ ഉള്ളിനെ, മനസ്സിനെ ഒരാൾ ഖബായിസിനെ തൊട്ട്, മോശപ്പെട്ട കാര്യങ്ങളെ തൊട്ട് ശുദ്ധിയാക്കാത്ത കാലത്തോളം ലാ യഖ്ബലുൽ ഇൽമൻ നാഫിയ ഫിദ്ദീനി, ദീനിൽ ഉപകാരപ്രദമായ ഇൽമിനെ അത് സ്വീകരിക്കൂല. വലാ യസ്തദിയു ബിനൂരിൽ ഇൽമ്, ഇൽമിൻ്റെ പ്രകാശം കൊണ്ട് അവന് പ്രകാശപൂരിതമാകാനും കഴിയില്ല. ഒരാൾക്ക് നമ്മുടെ മനസ്സിൽ മലിനമാക്കപ്പെട്ട മനസ്സാണെങ്കിൽ, വിമലീകരിക്കാൻ സാധ്യമല്ലാത്ത മനസ്സാണെങ്കിൽ, ആ മനസ്സിലൊരിക്കലും നാഫിയായ ഇൽമൊരിക്കലും തന്നെ വരൂല. ഉപകാരപ്രദമായ ഇൽമ വരുന്നത് ശുദ്ധമായ ഹൃദയത്തിലാണ്. വഖാല ബഅദുൽ മുഹഖഖീൻ, ചില മുഹഖഖീങ്ങളായ ഉലമാക്കൾ പറയുന്നുണ്ട്, ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസൽ ഇൽമു ബികസറത്തി റിവായ ഇന്നമൽ ഇൽമു നൂറുൻ യുഖ്ദഫു ഫിൽ ഖൽബ്. ഇൽമു എന്ന് പറഞ്ഞാൽ കുറേ റിവായത്ത് അധികരിപ്പിക്കലല്ല. കുറേ ഹദീസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര ഹദീസ് ഇങ്ങനെ പറയും, ആട്ട് ഇരുന്നാൽ പിന്നെ ഇവിടുന്ന് അത് വരുന്നതെന്ന് അറിയില്ല, അങ്ങനെ വരും. അതല്ല ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഇന്നമൽ ഇൽമു നൂറുൻ യുഖ്ദഫു ഫിൽ ഖൽബ്, ഹൃദയത്തിലിടപ്പെടുന്നൊരു വെളിച്ചമാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് ഇവൻ്റെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നൊരു വെളിച്ചമുണ്ട്. ആ തെളിച്ചമാണ് ഇൽമ്. അല്ലാതെ കുറേ ഇങ്ങനെ പറയാം ഭയങ്കര, നമ്മൾ ഇൽമ് എന്ന് അറിയില്ല, കുറേ ഒരാളിങ്ങനെ ഭയങ്കരമായിട്ട് പറയാൻ കഴിയും പലതും, ഓൻ ഭയങ്കര ഇൽമുള്ള ആളെന്ന് പറയും. ഇവിടെ ഒരു ജമാഅത്തിന് കൂടിയിട്ട് പോവില്ല. അതിന് യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ അടുക്കൽ ഇൽമു എന്ന് പറയില്ല. മനസ്സിൻ്റെ ഉള്ളിൽ തെളിച്ചമുണ്ടാവണം. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞു, തഅല്ലംനൽ ഇൽമ ലിഗൈരില്ലാ ഫഅബൽ ഇൽമു അൻ യകൂന ഇല്ലാ ലില്ലാ. ഒരു വലിയ ആപ്തവാക്യമാണിത്. ഞങ്ങൾ ഇൽമിനെ പഠിച്ചു അല്ലാത്തവർക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ഇൽമിനെ പഠിച്ചു. പക്ഷേ ഇൽമ് വിലങ്ങി നിന്നു. ഫഅബൽ ഇൽമ അവിടെ നിന്നു. അൻ യകൂന ഇല്ലാ ലില്ലാ, അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ഇൽമാവലിനെ ഇൽമ് തടഞ്ഞു. ഞങ്ങൾ ഇൽമ തേടുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയായിരുന്നു. ഞങ്ങൾ ആളുകൾക്കിടയിൽ പ്രസിദ്ധി ഉണ്ടാകാൻ വേണ്ടി ഇൽമ പഠിച്ചു. ഭക്ഷണമൊന്നും കിട്ടാത്തത് കൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇൽമ പഠിക്കാൻ പോയി. അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ ഇൽമ കിട്ടില്ല. ഇൽമ എന്ത് ചെയ്തു? അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിലേ ഞാൻ നിങ്ങളെ കൂടെയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇൽമ അവിടെ തടസ്സമായി നിന്നു എന്നർത്ഥം. മുന്നോട്ട് വന്നില്ല. അത് അയൽ ഇൽമു അബ വംതന അലൈന, ഇൽമു ഞങ്ങളെ മേൽ വിലങ്ങി നിന്നു, ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ല. ഫലം തൻകശിഫ് ലനാ ഹഖീഖത്തുഹു, ഇൽമിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങളെ മുമ്പിൽ വന്ന് നിന്നില്ല. വ ഇന്നമാ ഹസൽ ലനാ ഹദീസുഹു വ അൽഫാദുഹു, ഞങ്ങൾക്ക് അൽഫാദും ഹദീസും മാത്രമേ മനസ്സിലായുള്ളൂ. മറ്റെന്തൊക്കെയോ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറേ ഇൽമു എന്ന് പറഞ്ഞാൽ കുറേ അൽഫാദ് ഞങ്ങൾക്ക് കിട്ടി, കുറേ ലഫ്ദുകൾ കിട്ടി, കുറേ ഹദീസുകൾ കിട്ടി. അതുകൊണ്ട് എന്താ, അതാണോ ഇൽമ്? അതിൻ്റെ അകക്കാമ്പിലേക്ക്, അതിൻ്റെ ലുബിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം. ഒരു ഉള്ളറിവ് എന്നൊരു സംഗതിയുണ്ട്. അതാണ് ഇൽമ് എന്ന് പറയുന്നത്. അത് മനസ്സിൻ്റെ വിശുദ്ധിയിൽ മാത്രം നടക്കുന്നതാണ്. അള്ളാഹുവിന് ഇഖ്ലാസോട് കൂടി ചെയ്യുമ്പോൾ മാത്രം നടക്കുന്നതാണ്. ആ ഇഖ്ലാസ് ഇല്ലാതെ പഠിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് ഇൽമ് എന്ന പേരിൽ ഞങ്ങൾക്കത് കിട്ടിയില്ല എന്നർത്ഥം. അപ്പോൾ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത്, ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടേത് മനസ്സ് വിശുദ്ധമാവുക എന്നതാണ്. രണ്ടാമത്തെ വളീഫത്തു സാനിയ അൻ യുഖല്ലില അലായിഖഹു വയബഉദ അൻ വതനിഹി, അവൻ്റെ പുറമേയുള്ള ബന്ധങ്ങൾ കുറക്കുക, നാടിനെ തൊട്ട് ദൂരത്താവുക. നമുക്ക് നടക്കാത്ത കാര്യമാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പോകാൻ പ്രയാസപ്പെട്ടതുകൊണ്ടാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പഠിക്കുന്നത്. ഇൽമിലേക്ക് കിട്ടാൻ ഏറ്റവും നല്ലത് ദൂരത്തുവരാണ്. അപ്പോൾ നമ്മളൊക്കെ ആലോചിച്ചാൽ ആർക്കും എതിർപ്പില്ലാത്തൊരു കാര്യമാണത്. അത് മതമേഖലയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും ഈ നാട് വിട്ടവിടെ പോവുക, ഒരാളുമായിട്ട് ബന്ധമില്ലാതെ വെക്കുക. അപ്പോൾ ആ സമയമൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റും. പഠനം കൂടുതൽ സക്രിയമാകാനും സാർത്ഥകമാകാനും നല്ലത് അതാണ്. ഇപ്പോൾ ഭൗതിക രംഗത്ത് പഠിക്കുന്നവരാണെങ്കിലും ഒരു IAS കിട്ടണമെന്ന് ആവശ്യമുള്ള ഒരാൾ നാട്ടിൽ അങ്ങനെ ഇരിക്കൂല. ഓൻ നാട് വിട്ടു പോവും, നാടുമായിട്ടുള്ള ബന്ധം കുറക്കും. അങ്ങനെയാണോ ഞാൻ IAS കാരനായിട്ട് വരല്? IAS ഞാൻ ഭൗതിക രംഗത്ത് ഏറ്റവും വലുത് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ഏത് മേഖലയിലും പരമാവധി നാട് വിട്ടു പോവുക, മനുഷ്യന്മാരായിട്ടുള്ള ബന്ധം കുറക്കുക. എന്താ, അപ്പോഴാണ് ഇൽമെന്ത് ചെയ്യുക കൂടുതൽ കിട്ടുക. അത് ദീനി ഇൽമിൻ്റെ അവസ്ഥ തന്നെയാണ്. ഹത്താ യതഫറഗ ഖൽബുഹുലിൽ, അപ്പോഴേ അവൻ്റെ ഖൽബ് ഇൽമിന് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുള്ളൂ. മനസ്സിൽ നമ്മൾ പലതും നിറച്ച് എല്ലാ ബന്ധവും സകല വാട്സപ്പും ഫേസ്ബുക്കും മുഴുവൻ നോക്കിക്കഴിഞ്ഞ് പിന്നെ അവനോട് പഠിച്ചാൽ നേരം. അതാണ് പ്രശ്നം. ഫമാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഉണ്ടല്ലേ, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അല്ലാഹു തആല രണ്ട് ഖൽബിനെ വെച്ചിട്ടില്ല, ഒരു ഖൽബേ ഉള്ളൂ. അപ്പോൾ ഒരു ഖൽബിന് ശ്രദ്ധിക്കാൻ മാത്രം ഇൽമന്നുണ്ട്, പിന്നെ വേറെ എല്ലാ കാര്യം ശ്രദ്ധിക്കലുമാണ്. രണ്ട് ഖൽബാർക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആപ്തവാക്യമുണ്ട്, വലിദാലിക ഖീല അൽ ഇൽമു ലാ യുഅ്തീക ബഅദഹു ഹത്താ തുഅ്തിയഹു കുല്ലക്. വല്ലാത്തൊരു വർത്താനാണത്. ഇൽമിൻ്റെ ബഅദ് നിനക്ക് തരികയില്ല, ഇൽമിൻ്റെ അല്പഭാഗം നിൻ്റെ മുന്നിൽ നിനക്ക് തരികയില്ല. ഹത്താ തുഅ്തിയഹു കുല്ലക്, നീ സമ്പൂർണ്ണമായി ഇൽമിന് നീ കൊടുക്കുന്നത് വരെ. നിന്നെ പൂർണ്ണമായി ഇൽമിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ ഇൽമ് കുറച്ചെനിക്ക് കിട്ടുള്ളൂ. വല്ലാത്തൊരു വർത്തനാണ്. അറിവിൻ്റെ മുമ്പിൽ നാം സമർപ്പിതരാവണം.
അറിവിൻ്റെ കാര്യമുണ്ട്, വേറെ പല കാര്യമുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും അറിവ്, അപ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടൂല. അപ്പോൾ ഇൽമിൻ്റെ മുമ്പിൽ നാം പൂർണ്ണമായി സമർപ്പിതരാകുമ്പോഴേ ഇൽമ് അല്പം നിങ്ങൾക്ക് നൽകപ്പെടുകയുള്ളൂ. ഇതൊരു ആപ്തവാക്യമാണ്. അല്ലിൽമുലായുത്തേക്ക് ബാലഹു ഹത്താ തോത്തയഹു കുല്ലക്. നമ്മളൊക്കെ പരിമിതിയിൽ പഠിക്കുന്നവരാണ്, പക്ഷേ എല്ലാം പൂർണ്ണമായി സമർപ്പിക്കാനും നാട് വിട്ടുപോകാനും സാധിക്കുന്നവരെല്ലാം നമ്മൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നത്. അത് ആ മനസ്സും ഏറ്റവും വലിയൊരു മനസ്സ് തന്നെയാണ്. നമ്മൾ പൂർണ്ണമായി ഇൽമുണ്ടാവാൻ ആവശ്യമായ കാര്യങ്ങൾ പറയാണ് എന്ന് മാത്രം. മൂന്നാമത്തെ വളീഫ അല്ലാ യതകബ്ബറ അലൽ മുഅല്ലിം. ഇൽമിൻ്റെ മേൽ കിബർ അടിക്കാതിരിക്കുക. ഇൽമിൻ്റെ മുമ്പിൽ അഹങ്കാരം നടിക്കരുത്. ഇൽമിനേക്കാളും വലിയ ആൾ ഓനാണ്, അറിവിനേക്കാളും ചെറുതാണ് ഏതൊരു മനുഷ്യനും. ഞാൻ ഇൽമിൻ്റെ മുമ്പിൽ ഏറ്റവും ചെറുതാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. അറിവിൻ്റെ മുമ്പിൽ അതിപ്പോൾ എന്താ അറിവ്, ആക്കുമ്പോൾ ഞാനറിയാലോ, അതിപ്പോൾ എന്ത്, ഇങ്ങനെയൊക്കെ ഇൽമിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ഒരു നവർ മൈൻഡ് ആക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാവുക. അതൊരിക്കലും ഇൽമ് നഷ്ടപ്പെടാൻ കാരണമായി തീരും. വലായത്ത് അമ്മറ അലൽ മുഅല്ലിം. മുഅല്ലിമിൻ്റെ മേലെ ഗൂഢാലോചന നടത്താതിരിക്കുക. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇവൻ വലിയൊരു അറിവുള്ള ആളാണ്, പിന്നെ മുഅല്ലിം പറയുമ്പോൾ അയാൾ പറഞ്ഞ് ശരിയാണോ നോക്കട്ടെ, അയാളൊന്ന് പരീക്ഷിക്കട്ടെ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടാവുമല്ലോ. അപ്പം മുഅല്ലിമിനെ ഒരു പരീക്ഷണ വസ്തുവാക്കുകയും മുഅല്ലിമിനെ ഇവനിങ്ങനെ എപ്പോഴും പരീക്ഷിക്കാനും അല്ലെങ്കിൽ ഗൂഢാലോചന നടത്താനും ഒക്കെയുള്ളൊരു ഉപകരണമാക്കിയിട്ട് അധ്യാപകനെ മാറ്റാൻ പാടില്ല. മറിച്ച് ബൽ യുൽഖി ഇലൈഹി സിമാമൽ ഇഖ്തിയാർ. അവൻ പൂർണ്ണമായി ഒരു മുഅല്ലിമിൻ്റെ മുമ്പിൽ സമർപ്പിതനാവണം. അവൻ്റെ ഇഖ്തിയാർ പോലും, ഇച്ഛകൾ പോലും, നമ്മുടെ താല്പര്യങ്ങൾ പോലും മുഅല്ലിമിൻ്റെ മുമ്പിൽ വെക്കണം. അങ്ങനെ മുഅല്ലിമിൻ്റെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് അവൻ നിൽക്കണം. അവിടെയാണ് ഇൽമ പൂർണ്ണമായിട്ട് കിട്ടുക. ഏതുപോലെ വക്കൽ മരീദുൽ മുദന്നിഫ്. അതിശക്തമായ രോഗമുള്ളൊരു രോഗിയെപ്പോലെ ആ രോഗി എന്ത് ചെയ്യും, യുൽഖി സിമാമൽ ഇഖ്തിയാർ. അവൻ്റെ ഇഖ്തിയാർ പൂർണ്ണമായിട്ടും ഡോക്ടറെ മുമ്പിൽ സമർപ്പിക്കും. നമുക്കൊരു രോഗമുണ്ടെങ്കിൽ ഡോക്ടറെ എടുത്ത് ചികിത്സിക്കാൻ പോയാലും നമ്മൾ ഡോക്ടറെ അങ്ങോട്ട് പഠിപ്പിക്കുമോ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾ ഇന്ന മരുന്ന് എനിക്ക് എഴുതി തരരുത്, ഇന്ന നിയന്ത്രണങ്ങൾ പറയരുത്, പഥ്യം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, അങ്ങനെ നമ്മൾ പറയുന്ന മാതിരിയാണ് ഡോക്ടർ ചികിത്സിക്കുക. മറിച്ച് നമ്മളെന്താണ് ചെയ്യുക, ഡോക്ടറിന് എന്ത് പറയുന്നുവോ അത് പൂർണ്ണമായി കേൾക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കും. അവിടെ നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ പലതും മാറ്റിവെക്കും. ഡോക്ടർ പോത്തിറച്ചി എന്നരുതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വലിയൊരുന്നാളാണ്, ഉദയത്തിൻ്റെ ഇറച്ചമ്പാടുണ്ട്, എനിക്ക് തിന്നാക്കാൻ പറ്റില്ല, നമ്മളാരും പറയില്ല. കാരണം നമ്മുടെ താല്പര്യത്തെ മാറ്റി വെച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പോത്തിറച്ചി എന്ന്, നമ്മൾ പോത്തിറച്ചി ഒന്നുമില്ല. കാരണം നമുക്ക് ഈ രോഗം മാറണമെന്നുണ്ട്. അപ്പോൾ ഒരു രോഗിയുടെ ചികിത്സ എന്ന് പറയുന്നത് ഡോക്ടറുടെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിതനാകുമ്പോഴാണ്. അവിടെ ഡോക്ടറോട് ഒരു ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, ഒരു കിബിർന്ന് അടിച്ചിട്ട് കാര്യമില്ല. ഇതേപോലെയാണ് അറിവിൻ്റെ കാര്യം. അധ്യാപകൻ്റെ മുമ്പിൽ പൂർണ്ണമായി വിനയാന്വിതനാകാനും അവൻ്റെ മുമ്പിൽ സമർപ്പിതനാകാനും സാധിക്കുന്നവർക്കാണ് അറിവെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുക പോലുമില്ല. അധ്യാപകരെ അങ്ങോട്ട് ശാസിക്കുകയും അധ്യാപകർക്കെതിരെ നീങ്ങുകയും അവരാക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്തൊക്കെയോ നമുക്ക് നാവുകൊണ്ട് പറയാൻ പോലും പറ്റാത്തൊരു പ്രത്യേക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അറിവൊരിക്കലും സാർത്ഥകമാവുകയില്ല. അധ്യാപകൻ്റെ മുമ്പിൽ നമ്മുടെ താല്പര്യങ്ങൾ പോലും മാറ്റിവെക്കാൻ കഴിയണം. അധ്യാപകൻ്റെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയണം. അവിടെയാണ് ഇൽമൊരാൾക്ക് ലഭ്യമാകുന്നത്. അത് ഡോക്ടറെ പറ്റി പറഞ്ഞ മിനോരെ തഹക്കമ അലൈഹി ബിഷൈൻ. ഡോക്ടറുടെ മേൽ നമ്മളൊന്നും തന്നെ വിധി പറയാതെ നമ്മൾ നിൽക്കും. ഫിസ്തദാഇ നൗഇൻ മിനൽ അൻവാഇ ദൂന നൗഇൻ. ഇനങ്ങളിൽപ്പെട്ട ചില ഇനങ്ങൾ മാത്രം ചെയ്താൽ മതി. ചികിത്സൻ്റെ ഇന്ന തരം ചികിത്സ മതി, ഇന്ന ചികിത്സ വേണ്ട, അതൊക്കെ നമ്മൾ ഡോക്ടറോട് പറയുമോ? പറയില്ല. ഡോക്ടർ നിർദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യും. ഇതേപോലെ കാര്യങ്ങൾ. അതുപോലെ യുവാദിബ അലാ ഖിദ്മത്തിൽ മുഅല്ലിം. മുഅല്ലിമിന് സ്ഥിരമായിട്ട് ഖിദ്മത്തെടുക്കുക, അതും ഒരു മുതഅല്ലിം ചെയ്യേണ്ട കാര്യമാണ്. ഒരു ഖിദ്മത്തിൻ്റെ ഒരു രീതി പറയാണ് ഇവിടെ. വല്ലാത്ത നമ്മുടെ കണ്ണീരൊലിപ്പിക്കുന്ന സംഗതികളാണ് പറയുന്നത്. കമാറുവിയ അന്ന സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു സ്വല്ല അലാ ജനാസത്തിൻ, ഒരു ജനാസൻ്റെ മേൽ നിസ്കരിച്ചു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു കാത്തിബുൽ വഹിയാണ്, വഹി എഴുതുന്നയാളാണ്. അദ്ദേഹം ഒരു ജനാസ നിസ്കാരം നിസ്കരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഫഖുരിബത്ത് ലഹു ബഗ്ലത്തുഹു, അദ്ദേഹത്തിൻ്റെ കോബർ കഴുത അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം യാത്ര ചെയ്യുന്ന കോബർ കഴുത. അപ്പോൾ ജനാസ നിസ്കാരം കഴിഞ്ഞ് കോബർ കഴുത കൊണ്ടുവന്ന് മൂപ്പരതിൻ്റെ മുകളിൽ കയറി പോകാൻ നിൽക്കുകയാണ്. എന്തിനിൽ ഇർക്കബഹ, അദ്ദേഹത്തിന് കയറാൻ വേണ്ടിയിട്ട്. അപ്പണ്ട് വരുന്ന ഫജാ ഇബ്നു അബ്ബാസ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നിട്ട് ഫഅഖദ ബിരികാബിഹി, സെയ്ദ് ബിൻ സാബിത്തിൻ്റെ കോബർ കഴുതയുടെ മൂക്ക് കയറി പിടിച്ചു. ആലോചിക്കണം, ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? നബി തങ്ങളുടെ പിതൃപുത്രന്മാരിൽപ്പെട്ടയാൾ, റഈസുൽ മുഫസ്സിരീൻ എന്ന് പറയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്ത് ആരാ? ഖുർആൻ അറിയുന്നയാളാണ്.
സെയ്ദ് ബിൻ സാബിത്ത് ഇബ്നു അബ്ബാസിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാണ് സെയ്ദ് ബിൻ സാബിത്ത്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് തൻ്റെ ഉസ്താദ് കയറിയ വാഹനത്തിൻ്റെ മൂക്ക് കയറി പിടിക്കുകയാണ്. ആ സമയത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖല്ലി അൻക യബ്ന അമ്മി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യപുത്രനെ അങ്ങൊന്ന് മാറി നിൽക്കൂ, നിങ്ങൾ എൻ്റെ വാഹനത്തിൻ്റെ മൂക്ക് കയറി പിടിക്കേണ്ടയാളല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മളെ ഭാഷ പറഞ്ഞാൽ തങ്ങളാണ്, നമ്മളെ മലയാളികളുടെ ഭാഷ പറഞ്ഞാൽ തങ്ങൾ എന്ന് പറയും. നമ്മൾ തങ്ങന്മാർ വന്നിട്ട് എൻ്റെ വണ്ടിൻ്റെ മൂക്ക് കയറി പിടിക്കുക, എന്ത് പരിപാടിയാണിത്? അതാ സെയ്ദ് ബിൻ സാബിത്ത് പറയണത്, നിങ്ങളൊന്ന് മാറി നിൽക്കി, തങ്ങളൊട്ടി നിങ്ങളൊന്ന് മാറി നിൽക്കി പറയാണ്, നമ്മളെ ഭാഷ പറഞ്ഞാൽ കേട്ടോ. ഖല്ലി അൻക യബ്ന അമ്മി റസൂലില്ലാ, നിങ്ങളൊന്ന് അവിടുന്ന് മാറി നിൽക്കി. ഇബ്നു അബ്ബാസിൻ്റെ മറുപടി എന്താണെന്നറിയാം? ഫഖാല ഇബ്നു അബ്ബാസ് കദാ ഉമിർന അൻ നഫ്അല ബിൽ ഉലമാഇ വൽ കുബറാ, ഉലമായിനോടും വലിയ ആളുകളോടും ഇങ്ങനെ ചെയ്യാനാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. ഇൽമുള്ള ആളുകളോട് ഇങ്ങനെ അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം എന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ആ കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇത് കേൾക്കേണ്ട താമസം ഫഖബ്ബല സെയ്ദുൻ യദഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നേരെ ഇബ്നു അബ്ബാസിൻ്റെ കൈ പിടിച്ച് ചുംബിക്കണം. അദ്ദേഹം കോവർക്കേതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇബ്നു അബ്ബാസിൻ്റെ കൈ പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഹക്കദാ ഉമിർന അൻ നഫ്അല ബി അഹ്ലി ബൈത്തി നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ നബിയുടെ അഹ്ലു ബൈത്തിനോട് ഇങ്ങനെ ചെയ്യാനാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. നോക്കൂ, തങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കൈ പിടിച്ച് ചുംബിക്കുകയാണ്. തങ്ങന്മാരെ കണ്ട ഇങ്ങനെ ചെയ്യണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്ന്. തങ്ങളായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോ സെയ്ദ് ബിൻ സാബിത്തിൻ്റെ ഒട്ടകത്തിൻ്റെ അല്ല കോവർക്കേതിരെ മൂക്കയറ് പിടിക്കുകയാണ്. എന്തിന്? ഉലമായിനോട് ഇങ്ങനെ സമീപിക്കണമെന്നാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ് ആ സംഭവം, ആ രംഗം എത്ര മനോഹരമാണ്. ആലിമിനെയും അഹ്ലു ബൈത്തിനെയും പരസ്പരം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു പ്രത്യേക രീതി. നമ്മുടെ പാരമ്പര്യം ഇങ്ങനെയൊക്കെയാണ്. അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നു, ഉലമാനെ ബഹുമാനിക്കുന്നു. ഇതാണ് ശറഈൻ്റെ രീതി, ഇസ്ലാമിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന വിഷയം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കിബർ നടിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമർപ്പിക്കാൻ അവർക്ക് സാധ്യമാകുന്നു. ഈ സാധ്യമാകുന്നിടത്താണ് ഇൽമ് ഒരാൾക്ക് ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ മിൻ അഖ്ലാഖിൽ മുഅ്മിനി അത്തമല്ലുഖു ഇല്ലാ ഫി ത്വലബിൽ ഇൽമ്. വല്ലാത്ത ഹദീസാണ്. ലൈസ മിൻ അഖ്ലാഖിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല അത്തമല്ലുഖു, പ്രയാസപ്പെടൽ. തമല്ലുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ മലയാളം പറയാമെന്നറിയില്ല. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എടങ്ങേറാകുക, കിട്ടണമെന്ന് ഇങ്ങോട്ട് വിചാരിച്ചിട്ട് മനുഷ്യൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രയാസപ്പെടുക. അങ്ങനെ ചെയ്യാൻ ശർഅ് പറയില്ല. കാരണം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, നമ്മുടെ സാധ്യമാകുന്നതിൻ്റെ പരിധിയിൽ മാത്രമേ കാര്യം നമ്മോട് കൽപ്പിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ നബി തങ്ങൾ പറയാണ്, ഈ തമല്ലുക്ക് നമ്മളെ മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല. ഇല്ലാ ഫീ ത്വലബിൽ ഇൽമ്, ഇൽമ് തേടുന്നതിലൊഴികെ, അറിവ് അഭ്യസിക്കുന്നതിൽ തമല്ലുക്കുണ്ട്. എത്ര പ്രയാസം സഹിച്ചു. പ്രയാസത്തിൻ്റെ നെല്ലിപ്പടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ക്ഷമയുടെ പ്രയാസത്തിൻ്റെയൊക്കെ നെല്ലിപ്പടി എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ മലയാളത്തിൽ. അങ്ങനെ സഹിച്ചും ക്ഷമിച്ചുമൊക്കെ ഇൽമിനെ തേടും. ത്വലബുൽ ഇൽമിന് എന്തില്ല? തമല്ലുക്ക് പറ്റും. അല്ലാത്ത കാര്യത്തിൽ തമല്ലുക്ക് മുഅ്മിനിൻ്റെ സ്വഭാവമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. ബഖീല മറ്റൊരു ആപ്തവാക്യം ഇങ്ങനെയുണ്ട്, അൽ ഇൽമു ഹർബുൻ ലിൽ മുതആലി കസ്സൈലി ഹർബുൻ ലിൽ മക്കാനിൽ ആലി. ഇൽമ് ശത്രുവാണ്. ലിൽ മുതആലി, മേന്മ കാണിക്കുന്ന വ്യക്തിക്ക്, വലിയ ആളായി നടക്കുന്ന ആൾ, കിബർ നിറച്ച് നടക്കുന്ന ഓന് ഇൽമുണ്ടാവില്ല. ഓൻ ഭയങ്കര ഉയർന്ന ആളാണ്, ഓൻ്റെ അടുത്ത് ഇൽമു നിൽക്കില്ല. ഏതുപോലെ? കസ്സൈലി, വെള്ളം പോലെ, ഒലിച്ചു വരുന്ന വെള്ളം പോലെ. ഹർബുൻ ലിൽ മക്കാനിൽ ആലി, അത് ഉയർന്ന സ്ഥലത്തിൻ്റെ ശത്രുവാണല്ലോ. വെള്ളം ഒരിക്കലും പൊന്തിയ സ്ഥലത്തുണ്ടാവില്ല, അടിയിൽ നിന്ന് കീപ്പിട്ടുകൊണ്ട് പോരും. ഇതേപോലെയാണ് ഇൽമ്. അങ്ങനെ വലിയ ആളായി നടക്കണം, വലിയ മെയിനായി നടക്കുന്ന ആൾ, ഓൻ്റെ അടുത്ത് ഇൽമ് നിൽക്കില്ല, ഇൽമ് കീപ്പിട്ട് പോരും. ഇൽമ് മുതവാളിൻ്റെ വിനയാന്വിതൻ്റെ അടുക്കലാണ് ഇൽമുണ്ടാവുക. കിബർ നടിക്കുന്ന അഹങ്കാരിയായി നടക്കുന്ന ആൾ, ഓൻ വലിയ ആളാണ്, ആ മുകളിൽ ഇങ്ങനെ ഇൽമു നിൽക്കില്ല, വെള്ളത്തിൻ്റെ മര കീപ്പിട്ട് വലിച്ചട് പോരും. അതാ അൽ ഇൽമു ഹർബുൽ ലിൽ മുതആലി കസ്സൈലി ഹർബുൽ ലിൽ മക്കാനിൽ ആലി. അതുകൊണ്ട് ഒരിക്കലും ഇൽമിൻ്റെ മുമ്പിൽ, ഉലമാഇൻ്റെ മുമ്പിൽ അഹങ്കാരിയാവാൻ ഒരാൾക്ക് അഹങ്കാരിയാവാൻ പാടില്ല ഒരാൾ. ആ അഹങ്കാരിയാകുന്ന വ്യക്തിക്ക് ഒരിക്കലും ഇൽമുണ്ടാവുകയില്ല. അവൻ്റെ തലയിൽ നിന്ന് ഇൽമ് താഴേക്കിറങ്ങിപ്പോരും. കാരണം താഴെ നിൽക്കുന്നവനാണ് ഇൽമുണ്ടാവുക എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. 3 വദീഫത്താണ് ഇപ്പോൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് 4 കൂടി പറയാണ്ട് നാളെ അടുത്ത ക്ലാസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.